പുണ്യമാക്കപ്പെട്ട നമസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്തും ഈ പറയാൻ പോകുന്ന 5 ആയത്തുകളും പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന 8ഓളം വമ്പൻ നേട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് 70-ൽ പരം അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു തരും? പൂർത്തീകരിച്ചു തരും. അപ്പോൾ 70-ൽ പരം വരുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാൻ എന്ത് ചെയ്താൽ മതി? ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പുണ്യമാക്കപ്പെട്ട ഈ ഒരു സൂറത്തും അതുപോലെ ശേഷം ഈ പറയാൻ പോകുന്ന 5 ആയത്തുകൾ കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഓതിയാൽ മതി. ഏതൊക്കെയാണ് ആ സൂറത്തും ആ ആയത്തുകളും എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ചിലർ പറയാറുണ്ട്, ഉസ്താദേ സിഹർ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ വല്ലാത്ത വിഷമമാണ്. സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വിളിദോഷങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ നാവേർ കൊണ്ടാകാം, മറ്റുള്ളവരുടെ അസൂയകൾ കൊണ്ടാകാം, എന്താണെന്നറിയില്ല ഉസ്താദേ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനും സിഹറിൽ നിന്ന്, നാവേറിൽ നിന്ന്, പ്രാക്കുകളിൽ നിന്ന്, വിളിദോഷങ്ങളിൽ നിന്ന്, സർവ ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും കാവലും ഒക്കെ ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണുക. ഏതാണ് ആ അമലെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനായി റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുകയാണ്. ഒരു മുഅ്മിനിന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഫർളാക്കിയ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഭൂമി ലോകത്തേക്ക് അയച്ചത് തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. നമസ്കരിക്കുന്നതിലൂടെ ഇബാദത്ത്, ഖുർആൻ പാരായണങ്ങളിലൂടെ ഇബാദത്ത്, പല രൂപത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിച്ചാലോ? ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്തും അതിനുശേഷം പറയാൻ പോകുന്ന 5 ആയത്തുകളുണ്ട്. പ്രധാനപ്പെട്ട 5 ആയത്തുകൾ. ഈ ആയത്തുകൾ കൂടി കൃത്യമായിട്ട് ഒന്ന് ഓതിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല പ്രിയപ്പെട്ടവരെ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൂറത്തും 5 ആയത്തുകളും ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയികളാണ്. അങ്ങനെ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന 8ഓളം ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി പോകുന്നത്. സമയം കളയാതെ 8 ഗുണങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം നോക്കിക്കോളൂ. ഈ അമല് എന്ന് പറയുന്നത് 70-ൽ പരം ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണെന്ന് മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. 70ഓളം ആവശ്യങ്ങൾ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനറിയാമല്ലോ. അപ്പം അള്ളാഹുവിനോട് പറയേണ്ടുന്ന 70-ൽ പരം ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ് ഈ ഒരു അമല് പതിവാക്കുന്നവരെ സംബന്ധിച്ച്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. തൗബ ചെയ്താലേ വലിയ പാപങ്ങൾ പൊറുക്കൂ. ഇത് പറയുന്നത് ചെറിയ പാപങ്ങൾ, നമ്മൾ സാധാരണ നിലയിൽ ചെയ്തു പോകുന്ന പാപങ്ങളുണ്ടല്ലോ, 7 വൻപാപങ്ങളല്ലാത്ത മറ്റു പാപങ്ങൾ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പരിപൂർണമായും പുറത്തു മാപ്പാക്കി തരുന്നതാണ് ഈ ഒരു അമല് സ്ഥിരം ചെയ്യുന്നവൻ. മൂന്നാമത്തെ കാര്യം, ഈ മനുഷ്യനിക്ക് നമസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്തും ഈ 5 ആയത്തുകളും പതിവാക്കുന്ന മനുഷ്യനിക്ക് അള്ളാഹു സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു എന്ത് ചെയ്യും? ഒരു ഇരിപ്പിടം നൽകുന്നതാണ് എന്നാണ്. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു നമുക്കത് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നവരാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് വല്ലാതെ അതിയായ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഇരിപ്പിടം ലഭിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, 70ഓളം റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും. 70 നോട്ടം, അതും റഹ്മത്തിന്റെ നോട്ടം ദിവസത്തിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? നമ്മെ നോക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അത്രയ്ക്ക് പുണ്യമുള്ള അമലാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ 70ഓളം റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു
നമ്മെ നോക്കും. ഇൻഷാ അല്ലാഹ് ആ നോട്ടം നമുക്ക് ലഭിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, സാമ്പത്തിക പ്രതിസന്ധി പിന്നീട് അവനുണ്ടാവില്ല. പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണല്ലോ. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നും പടച്ച തമ്പുരാൻ അവനിക്ക് കൊടുക്കൂല പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ ഇൽമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. 5-ാമത്തെ നേട്ടം അതാണ്. 6-ാമത്തെ നേട്ടം, മാരക രോഗങ്ങൾ വരില്ല. ഇന്ന് എന്തൊക്കെ രോഗങ്ങളാണല്ലേ പേര് പറയാൻ പറ്റുന്നതും നമ്മളെ കൊണ്ടൊന്നും പേര് പറയാനും അറിയാനും കഴിയാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ, മാരക രോഗങ്ങളുണ്ട്. ആ മാരക രോഗങ്ങൾ നമുക്ക് വരില്ല പ്രിയപ്പെട്ടവരെ. അത് ഉള്ളവർക്ക് അല്ലാഹ് ശിഫ കൊടുക്കുന്നതാണ്. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ക്യാൻസർ വന്ന്, ട്യൂമർ വന്ന്, അതുപോലെ തന്നെ കിഡ്നി തകരാറുകൾ, വൃക്ക തകരാറുകൾ, ഹാർട്ട് പ്രോബ്ലംസ്, അതുപോലെ ശരീരത്തിൻ്റെ നാനാ അവയവങ്ങളിൽ വിഷമങ്ങൾ, ഇങ്ങനെ അടങ്ങുന്ന പലതരത്തിലുള്ള വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കാൻ. അതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ വേണം പ്രിയപ്പെട്ടവരെ. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. നമസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അമൽ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ 6-ാമത്തെ നേട്ടം അതാണ്, മാരക രോഗങ്ങൾ ഉണ്ടാവില്ല. 7-ാമത്തെ നേട്ടം, സഹോദരിമാർ പറയാറുണ്ട്, ഉസ്താദേ ജീവിതം നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് എപ്പോഴോ ആരുടെ കണ്ണേറ് വീണിട്ടോ അല്ലെങ്കിൽ ആരോ എന്തോ സിഹർ ചെയ്തിട്ടോ, അങ്ങനെയൊക്കെ പല ആളുകൾ ഇൻഷാ അല്ലാഹ് തോന്നുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സിഹറിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്തും ഈ പറയാൻ പോകുന്ന 5 ആയത്തുകളും പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, വെളിദോഷങ്ങളിൽ നിന്ന്, നാവേറിൽ നിന്ന്, പ്രാക്കുകളിൽ നിന്നൊക്കെ അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. വലിയ കവചമായിരിക്കും പ്രിയപ്പെട്ടവർ അള്ളാഹു തആല നൽകുന്നത്. അതാണ് 7-ാമത്തെ നേട്ടം എന്ന് പറയുന്നത്. 8-ാമത്തെ ഗുണം, നേട്ടം, പ്രതിഫലം എന്ന് പറയുന്നത് ശത്രുക്കളിൽ നിന്നുമുള്ള കാവലാണ്. ശത്രുക്കൾ നൽകാൻ ഇങ്ങനെ 8ഓളം നേട്ടങ്ങൾ അള്ളാഹു തആല ഇനിയുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാടുണ്ട്. അതിൽ 8 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് പറഞ്ഞത്. ഈ നേട്ടങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ സൂറത്ത് ആയത്ത് നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുബഹി നിസ്കരിക്കുന്നു, ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഒക്കെ നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഔറാദുകൾ ഒക്കെ ചൊല്ലിയിട്ട്, അതായത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അതുപോലെ ദുആ, അതുപോലെ ഔറാദുകളൊക്കെ എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ, സ്വലവാത്തുകളൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടവരെ, പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് പാരായണം എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഇതറിയാത്ത ഒരു മുസ്ലിമായ മനുഷ്യൻ പോലും ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല. ഏതാണ് ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ഫാത്തിഹയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പുണ്യമാക്കപ്പെട്ട ഈ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ തജ്വീദോടുകൂടി, ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി ഓതുക. അതിനുശേഷം ഇനി 5 ആയത്തുകളാണ് പറയുന്നത്. സൂറത്ത് ഇതാണ്. ഇനി 5 ആയത്തുകൾ പറയാനുള്ള 1-ാമത്തെ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. ഇതാണ് ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് ഓതുക. ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യാന്നുള്ളതാണ്. അതാണ് 1-ാമത്തെ ആയത്ത്. ഇനി 4 ആയത്തുകളുണ്ട്. 2, 3 ആയത്തുകൾ ഏതാണെന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. സൂറത്തു ആലു ഇമ്രാനിന്റെ 18, 19 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم
ومن يكفر بآيات الله فإن الله سريع الحساب. ഈ ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് ആയത്തുകൾ ഇൻഷാ അല്ലാഹ്, അതാണ് 2, 3, 5 ആയത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നായത്തുൽ കുർസി, രണ്ടാമത്തതും മൂന്നാമത്തതും ഇതാണ്. ഇനി 4, 5 നോക്കിക്കോളൂ. പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ആലു ഇമ്രാനിലെ തന്നെ 26, 27 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء من تشاء بغير حساب. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, ഇതാണ് അമല്. ഇൻഷാ അല്ലാഹ് സമയം കളയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാഹു തആല നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. ഈ സൂറത്തും ഈ 5 ആയത്തുകളും ഇൻഷാ അല്ലാഹ് എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.